ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഈ സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ റെസിപ്പി. അതുകൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ എടുത്തിട്ടുള്ളൂ. ഒരു ചെറിയ ആപ്പിളാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് തൊലി കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ അരിയുള്ള ഭാഗവും കളഞ്ഞിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 10-12 ബദാം കുതിർത്തി എടുത്തതാണ്. അത് തൊലി കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. തൊലി കളയാതെയും എടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡാണ് ഇനി എടുക്കുന്നത്. 1.5 ടീസ്പൂൺ ഫ്ലാക്സ് സീഡാണ് എടുത്തിരിക്കുന്നത്. ഈ സീഡിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റും വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസിൽ ഇത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. പകരം വെളുത്ത എള്ളോ അല്ലെങ്കിൽ ചിയാ സീഡോ ചേർക്കാവുന്നതാണ്. ഇനി വളരെ കുറച്ച് ഉപ്പാണ്, ഒരു പിഞ്ച് ഉപ്പ് പോലും ഇല്ല, വളരെ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിന് അല്പം ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഒരു പിഞ്ചിനേലും വളരെ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ജ്യൂസിൽ ഈ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ല. മിക്സിയുടെ ജാറിലേക്ക് തൊലി കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത ആപ്പിൾ ചേർത്ത് കൊടുക്കാം. നേരിയതായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടും. അതുകൊണ്ട് വളരെ നേരിയതായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിളൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇതൊരു ആപ്പിൾ രാവിലെ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതോടൊപ്പം രാവിലെ കഴിക്കുന്ന ഇഡ്ഡലി, ദോശ, പുട്ട് പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ബദാം ചേർത്ത് കൊടുക്കാം. ബദാമിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പമാകും. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്മൂത്തിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കരുത്. ആവശ്യമായ വെള്ളത്തിൻ്റെ വളരെ കുറച്ച് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ബാക്കി വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ആ വെള്ളമെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടി അരയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ മാറ്റി വെച്ചിരുന്ന ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് അരിച്ചെടുക്കാതെയാണ് കഴിക്കേണ്ടത്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് പകരാം. 400 മില്ലി അളവിലുള്ള ഒരു ഗ്ലാസ്സാണ് ഇതിലേക്ക് ഈ സ്മൂത്തി പകർന്നു കൊടുക്കാം. ഒരാൾക്ക് കഴിക്കാൻ പാകത്തിനാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നുറുക്കിയ കശുവണ്ടി ഇതിൻ്റെ മീതെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം. 2 കശുവണ്ടിയാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് ഇതിൻ്റെ മീതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് കഴിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന് തുല്യമാകും. വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തിയാണ്. കുറച്ചുകൂടി മധുരം വേണ്ടവർക്ക് അല്പം തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 2-3 ഈന്തപ്പഴം ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി മധുരം ഉണ്ടാകും. ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ ഈ ഈന്തപ്പഴം ചേർക്കുന്നത് ഒഴിവാക്കാവുന്നതാണ്. ഒരു ഫ്രൂട്ട് മാത്രം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഈ ആപ്പിൾ സ്മൂത്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.